അതിദാരിദ്ര്യമുക്ത കേരളം അടക്കം മികച്ച നേട്ടം കൈവരിക്കാനായത് 2021 ജനങ്ങൾ LDFന് തുടർഭരണം സമ്മാനിച്ചതുകൊണ്ടാണ്. LDF ഭരിക്കുന്ന ഘട്ടത്തിലെല്ലാം വൻ വികസനം നാട്ടിലുണ്ടാകും. പക്ഷേ തൊട്ടു പിന്നാലെ UDF വരുന്നതോടെ ഈ നേട്ടങ്ങൾ അധോഗതിയിലേക്ക് പോകും. എന്നാൽ അതിനാണ് 2021 മാറ്റമുണ്ടായത്. 2025 നവംബർ 1 രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറി. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ചരിത്രം എടുത്താലും ഇത്തരം ഒരു പ്രയത്നം ഒരു സർക്കാരിന്റെ മുൻകൈയിൽ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നത് അപൂർവമാണ്. 2021 അധികാരത്തിൽ വന്ന LDF സർക്കാർ കൈക്കൊണ്ട ആദ്യ തീരുമാനം കേരളത്തിൽ 5 വർഷത്തിനുള്ളിൽ അതിദരിദ്രരില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്താനായിരുന്നു. 2021 നീതി ആയോഗ് കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്ക് കേരളത്തിലാണ്, 0.7% മാത്രം. അതില്ലാതാക്കി 0-ലെത്തിക്കുന്ന പ്രവർത്തനമാണ് നാം വിജയിപ്പിച്ചത്. ഇതര സംസ്ഥാനങ്ങൾക്കൊന്നും ഇത്തരമൊരു ലക്ഷ്യം ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് നേടുക എന്നത് സ്വപ്നം കാണാൻ പോലും കഴിയുന്നതല്ല. എല്ലാ മനുഷ്യർക്കും ഭക്ഷണം ലഭ്യമാക്കി വിശപ്പുരഹിത കേരളം നാം സാധ്യമാക്കി. ഒരു ഭക്ഷ്യകമ്മി സംസ്ഥാനമായിട്ട് കൂടി ഭക്ഷ്യമിച്ചോൽപാദന സംസ്ഥാനങ്ങൾക്ക് പോലും കഴിയാത്ത നേട്ടമാണ് നാം കൈവരിച്ചത്. കാര്യക്ഷമമായ പൊതുവിതരണ സംവിധാനമാണ് ഇത് കേരളത്തിന് താങ്ങായത്. എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലുമായി 13,861 റേഷൻ കടകളുണ്ട്. ഒറ്റപ്പെട്ട മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുന്നതിന് 10 ജില്ലകളിലെ 21 താലൂക്കുകളിൽ 137 ആദിവാസി ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ എത്തുന്നു. കിടപ്പ് രോഗികൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ വീടുകളിൽ റേഷൻ എത്തിച്ചു നൽകുന്ന ഒപ്പം പദ്ധതിയും നടപ്പാക്കി. ഭക്ഷ്യധാന്യങ്ങളുടെ മാത്രമല്ല, മറ്റ് അവശ്യ നിത്യോപക വസ്തുക്കളുടെ ന്യായവിലയ്ക്കുള്ള ലഭ്യതയും ഉറപ്പുവരുത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി നിരക്കുകൾ കേരളത്തിലാണ്. ഇതുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ തേടി ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നതോ അല്ലാത്തതോ ആയ വിലക്കയറ്റവും നാണ്യപ്പെരുപ്പവും തൊഴിലാളികളുടെ യഥാർത്ഥ വരുമാനത്തെ കുത്തിച്ചോർത്തു. മലയാളികളുടെ നിത്യഭക്ഷണത്തിലെ മുഖ്യ ഇനമായ അരി മുതൽ എല്ലാ അവശ്യ വസ്തുക്കളും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ ഉൽപാദക സംസ്ഥാനങ്ങളിലെ പ്രകൃതി ദുരന്തങ്ങളോ ഗതാഗത തകരാറുകളോ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും അടക്കമുള്ള അധാർമിക നടപടികളോ എല്ലാം കേരളത്തിൽ ക്ഷാമത്തിനു പോലും കാരണമായേക്കാവുന്നതാണ്. എന്നാൽ ദുരന്ത ഘട്ടങ്ങളിൽ പോലും ഭക്ഷണ ലഭ്യത എല്ലാവർക്കും ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞു. വൻകിട ഭക്ഷ്യോൽപാദക സംസ്ഥാനങ്ങളിൽ പോലും പലപ്പോഴും ഭക്ഷ്യ ദൗർലഭ്യവും പട്ടിണിയും നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല, പട്ടിണി മരണങ്ങൾ പോലും സംഭവിച്ചു എന്ന് ഓർക്കേണ്ടതുണ്ട്. AAY റേഷൻ കാർഡിന് അർഹതയുള്ള നിരവധി ആളുകൾക്ക് സ്ഥിരവാസ സ്ഥലം ഇല്ലാത്തതുകൊണ്ടോ നടപടിക്രമങ്ങൾ അറിയാത്തതുകൊണ്ടോ മറ്റാരും ശ്രദ്ധിക്കാനില്ലാത്തതുകൊണ്ടോ അത് ലഭിക്കാതെ പോവുകയും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്നു. വിപുലമായ സർവേയിലൂടെ തെരുവിൽ കഴിയുന്നവർ ഉൾപ്പെടെയുള്ള ഇത്തരക്കാരെ കണ്ടെത്തുകയും ആധാർ കാർഡിന്റെ മാത്രം അടിസ്ഥാനത്തിൽ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കേരളം ബഹുമുഖമായ ഒട്ടേറെ പദ്ധതികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് അഭിമാനകരമായ ഈ മുഹൂർത്തത്തിൽ എത്തി നിൽക്കുന്നത്. വിശപ്പില്ലാത്ത കേരളം സൃഷ്ടിച്ചും എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കിയും ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഏർപ്പെടുത്തിയും എല്ലാമാണ് ഈ ലക്ഷ്യം പൂർത്തീകരിച്ചത്. ഇന്ത്യക്കാകെ വഴികാട്ടിയായ ഈ മാതൃകയെ അപകീർത്തിപ്പെടുത്താൻ പ്രതിപക്ഷം മുതിരുന്നത് കേരളത്തോടെടുക്കുന്ന ശത്രുതാപരമായ സമീപനമല്ലാതെ മറ്റൊന്നുമല്ല.